കിഷോർ ഭാരതി സ്റ്റേഡിയത്തിന്റെ ആകാശം അപ്പോൾ മേഘാവൃതമായിരുന്നു. പതിയെ മഴ പൊടിഞ്ഞു തുടങ്ങുന്നു. ആളൊടിഞ്ഞ് ഗാലറിയെ സാക്ഷിയാക്കി ബ്ലാസ്റ്റേഴ്സ് മൈതാനത്തേക്ക് മാർച്ച് ചെയ്തു. മിക്കേൽ സ്റ്റാറെ ISLൽ തന്റെ പദ്ധതികൾക്കായുള്ള ഒരുക്കങ്ങൾ സീസണിലെ ആദ്യ മത്സരം മുതൽ തുടങ്ങുകയായിരുന്നു. മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെതിരെ കളത്തിലിറങ്ങുന്നത് മഞ്ഞപ്പടിയുടെ മെയിൻ 11. ബ്ലാസ്റ്റേഴ്സിനെതിരെ B ടീമിനെ കളത്തിലിറക്കുമ്പോഴും ഇങ്ങനെ ഒരടി മുംബൈ സിറ്റി ഉറപ്പായും പ്രതീക്ഷിച്ചു കാണില്ല. പെയ്തു തുടങ്ങിയ കൊൽക്കത്തയുടെ ആകാശത്തിനൊപ്പം ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഗോൾ വർഷം. മുംബൈ ഗോൾ വല തുളഞ്ഞത് 8 തവണ. പിറന്നത് ഡ്യൂറൻ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. 1899 ഹൈലാൻഡ് ലൈറ്റ് ഇൻഫാൻട്രി ഷിംല റൈഫിൾസിനെ 8-1 പരാജയപ്പെടുത്തിയതായിരുന്നു നാളിതുവരെ ഡ്യൂറൻ കപ്പിലെ ഏറ്റവും വലിയ ജയം. ഒരു നൂറ്റാണ്ടുകാലം ആരാലും തകർക്കപ്പെടാത്ത ഈ റെക്കോർഡാണ് മഞ്ഞപ്പട പഴങ്കഥയാക്കിയത്. മത്സരത്തിന്റെ ചിത്രത്തിൽ മുംബൈ സിറ്റി ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയേണ്ടി വരും. തുടക്കം മുതൽ ഒടുക്കം വരെ മഞ്ഞപ്പടയുടെ നിറഞ്ഞാട്ടം. ആദ്യ വിസിൽ മുടങ്ങിയത് മുതൽ മുംബൈ സിറ്റിയുടെ ഗോൾ മുഖത്തേക്ക് പെപ്രയും നോഹ് സദോയിയും ലൂണയും ഐമനുമൊക്കെ ഇരച്ചെത്തിക്കൊണ്ടിരുന്നു. 29-ാം മിനിറ്റിൽ പെപ്ര വലകുലിക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർത്തുന്നു. എന്നാൽ 32-ാം മിനിറ്റ് വരെയേ പൊളിയാത്ത മുംബൈ കോട്ടക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കൊമ്പന്മാരുടെ കൂടാരത്തിലേക്ക് വരവറിയിച്ച നോഹിന്റെ സൂപ്പർ വോളി. വലതുവിങ്ങിലൂടെ ഐമന്റെ മുന്നേറ്റം. ഐബൻ ഡോഹ്ലിങ്ങിന് പന്ത് കൈമാറുന്നു. ഗോൾ മുഖത്ത് ആരും മാർക്ക് ചെയ്യാതെ നിന്നിരുന്ന നോഹിന്റെ കാലിലേക്ക് ഐബാന്റെ ക്രോസ് പറന്നിറങ്ങി. ആ പന്ത് നിലം തൊടും മുമ്പേ നോഹ് അതിനെ വലയിലാക്കി. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കയ്യിൽ അണിഞ്ഞിരിക്കുന്ന കറുത്ത ആംബാൻഡ് ക്യാമറയെ കാണിച്ച് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നടത്തിയ ഗോൾ സെലിബ്രേഷനെ പിന്നീട് ആരാധകർ ഏറ്റെടുത്തു. പിന്നെ കൊൽക്കത്തയിൽ ഒരു ഗോൾ മഴയായിരുന്നു. ആദ്യ ഗോളടിച്ച് 5 മിനിറ്റ് പിന്നിടും മുമ്പേ നോഹിന്റെ ഒരു ഇടങ്കാലനടി പോസ്റ്റിനെ ഉറപ്പിച്ച് കടന്നുപോയി. 38-ാം മിനിറ്റിൽ മുംബൈ ഗോൾ വലയിലേക്ക് പെപ്രയുടെ ആദ്യ പ്രഹരം. ലൂണയുടെ അസിസ്റ്റിൽ 2 പ്രതിരോധ താരങ്ങളെ കാഴ്ചക്കാരാക്കി പെപ്ര ഗോൾ വല തുളച്ചു. ആദ്യ പകുതി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ പെപ്ര ലീഡ് 3 നോഹ് ബോക്സിലേക്ക് നൽകിയ ക്രോസ് ലൂണ ഹെഡ് ചെയ്ത് ഗോൾ വലയിലേക്ക് തിരിക്കുന്നു. മുംബൈ ഗോൾ കീപ്പർ തടഞ്ഞിട്ട പന്ത് റീബൗണ്ട് ചെയ്തെത്തിയത് പെപ്രയുടെ കാലിലേക്ക്. ഒടിഞ്ഞു കിടന്ന പോസ്റ്റിലേക്ക് പെപ്രയുടെ വെടിയുണ്ട തുളഞ്ഞു കയറി. 2-ാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു. 50-ാം മിനിറ്റിൽ വലതുവിങ്ങിലൂടെ കുതിച്ചെത്തിയ ഐമന്റെ ഒരു മനോഹര ക്രോസിനെ പറന്നുയർന്ന് നോഹ് വലയിലേക്ക് കുത്തിക്കിട്ടു. 53-ാം മിനിറ്റിൽ പെപ്ര ഹാട്രിക് തികച്ചു. ഡാനിഷ് ഫാറൂഖിന്റെ അസിസ്റ്റിൽ ഇടതുവിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റം ചെന്ന് അവസാനിച്ചത് ഗോൾ വലയിലാണ്. 64-ാം മിനിറ്റിൽ കോച്ച് മിക്കേൽ സ്റ്റാറെ പെപ്രയെ മൈതാനത്ത് നിന്ന് പിൻവലിച്ച് ഇഷാൻ പണ്ഡിതയെ കളത്തിലിറക്കുന്നു. 76-ാം മിനിറ്റിൽ നോഹിന്റെ ഹാട്രിക് എത്തി. പിന്നെ മൈതാനത്ത് തീർക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ചില ചടങ്ങുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 2 മിനിറ്റിനുള്ളിൽ 2 തവണ വലകുലുക്കി ഇഷാൻ പണ്ഡിത മുംബൈയുടെ പെട്ടിയിലെ അവസാന ആണി മടിച്ചു. 86-ാം മിനിറ്റിലും 87-ാം മിനിറ്റിലുമായിരുന്നു ഇഷാന്റെ ഗോളുകൾ. ഈ സീസണിൽ മഞ്ഞപ്പടിയുടെ സൂപ്പർ സൈനിങ് ആണ് താനെന്ന് ആരാധകരോട് വിളിച്ചു പറയുന്നതായിരുന്നു നോഹ് സദയുടെ അരങ്ങേറ്റ ഹാട്രിക്. ഒപ്പം കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ പരിക്കേറ്റ് പുറത്തായ പെപ്രയുടെ ഗംഭീര തിരിച്ചുവരവിനും കൊൽക്കത്ത സാക്ഷിയായി. ഇന്നലെ വരെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഹാട്രിക് തികച്ചവരുടെ പട്ടികയിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൻ ഹ്യൂം, ബർത്തലോമ്യു ഓഗ്ബച്ചെ, വിദ്യാസാഗർ സിംഗ്. ആ പട്ടികയിലേക്കാണ് ഒറ്റ മത്സരം കൊണ്ട് നോഹും പെപ്രയും ഓടിക്കയറിയത്. ഇതിൽ ഹ്യൂമും ഓഗ്ബച്ചയും ISLലാണ് ഹാട്രിക് തികച്ചതെങ്കിൽ ബാക്കി 3 പേരുടെയും ഹാട്രിക് ഡ്യൂറൻ കപ്പിലായിരുന്നു. കഴിഞ്ഞ സീസണിൽ വലിയ അവസരങ്ങൾ ലഭിക്കാതിരുന്ന ഇഷാൻ പണ്ഡിതയ്ക്കും തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭയെ ആരാധകർക്ക് മുന്നിൽ പുറത്തെടുക്കാനുള്ള മികച്ച അവസരമായി ഈ പോരാട്ടം. ഗോളടിച്ചില്ലെങ്കിലും ഡാനിഷ് ഫാറൂഖും ഐമനുമൊക്കെ കളം നിറഞ്ഞ പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. അൽവാരോ വാസ്കേസ്, അഡ്രിയാൻ ലൂണ, പെരേറ ഡയസ് സഖ്യം 2022-ൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം നടത്തിയ വിസ്മയ പ്രകടനങ്ങൾ ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല. അങ്ങനെ ഒരു ട്രയോ ആവുമോ നോഹ് പെപ്ര ലൂണ സഖ്യം എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഡയമൻഡക്കോസും ലെസ്കോവിച്ചും അടക്കമുള്ള വൻപേരുകാർ ടീം വിട്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഇക്കൊരു കൂടാരത്തിലെത്തിച്ചവരൊന്നും ചില്ലറക്കാരല്ല. നോഹിനൊപ്പം ബ്ലാസ്റ്റേഴ്സ് റാഞ്ചിയ പ്രധാന താരങ്ങളിൽ ഒരാൾ ഫ്രാൻസിൽ നിന്നെത്തിയ അലക്സാണ്ടർ കോയഫ് ആണ്. ലീഗ് 1-ലും ലാലിഗയിലുമൊക്കെ കളിച്ച അനുഭവ സമ്പത്തുള്ള കോയഫ് ഇക്കുറി ടീമിന്റെ പ്രതിരോധ കോട്ടയിലെ വിശ്വസനാകും. ഒരു വിദേശ സ്ട്രൈക്കർ റെക്കോർഡ് ISL തുടങ്ങുന്നതിന് മുമ്പ് കൂടാരത്തിലെത്തിക്കുമെന്ന സൂചന ടീം നേരത്തെ നൽകി കഴിഞ്ഞു. പഞ്ചാബ് FCക്കെതിരെയും CISF പ്രൊട്ടക്ടേഴ്സ് FCക്കെതിരെയുമാണ് ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരങ്ങൾ. ഏതായാലും എതിരാളികൾക്ക് ഒറ്റയടിക്ക് തങ്ങളെ എഴുതിത്തള്ളാനാകില്ലെന്ന് പ്രഖ്യാപിച്ച് പടയോട്ടം തുടങ്ങിയിരിക്കുന്നു കേരളത്തിന്റെ സ്വന്തം മഞ്ഞപ്പട.